അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിലെ കോടതി വിധി വരികയാണ്. മധു കേസിൽ പ്രതികളുടെ ശിക്ഷ സംബന്ധിച്ച് ഹൈക്കോടതി വിധി. പ്രതികൾക്ക് ജീവപര്യന്തം. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു ഹൈക്കോടതി. 16 പ്രതി ഒഴികെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം. ശബനിയുണ്ട്. ശബന, പ്രതികൾക്ക് ജീവപര്യന്തം വിവരം പറയാം. കേസിൽ 13 പ്രതികളിൽ 12 പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ നൽകിയ അപ്പീൽ പരിഗണിച്ച്, അതായത് മധുവിൻ്റെ അമ്മ സംസ്ഥാന സർക്കാരും മധുവിൻ്റെ അമ്മയും നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പ്രതികളുടെ ശിക്ഷ ഉയർത്തിയിട്ടുള്ളത്. വിചാരണ കോടതി 7 വർഷം തടവും പിഴയുമായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതി ഇപ്പോൾ ജീവപര്യന്തം തടവ്, എല്ലാ കുറ്റങ്ങളിലും ജീവപര്യന്തം തന്നെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 16 പ്രതിയുടെ കാര്യത്തിൽ മാത്രമാണ് ശിക്ഷയിൽ കുറവുള്ളത്. മറ്റ് പ്രതികൾ, അതായത് 2ാം പ്രതി മുതലുള്ള മറ്റ് പ്രതികൾക്ക് എല്ലാവർക്കും ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇത് ക്രൂരമായ കൊലപാതകമാണ് എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകം എന്ന രീതിയിൽ വലിയ രീതിയിൽ ശ്രദ്ധ ഉണ്ടായ അല്ലെങ്കിൽ വിവാദമായ ഒരു കൊലപാതക കേസ് തന്നെയായിരുന്നു അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകം. ആൾക്കൂട്ടം ഭക്ഷണത്തിന് വേണ്ടി വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഭക്ഷണം മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി എന്ന കേസ് രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ ചെലുത്തുകയും ആ രീതിയിൽ തന്നെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു കേസ് കൂടിയായിരുന്നു. പിന്നീടാണ് വിചാരണ കോടതി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. 2018 ഫെബ്രുവരിയിൽ ഈ സംഭവം നടക്കുകയും പിന്നീട് 2023 മാത്രം ഇതിൻ്റെ വിധി വരികയും ചെയ്തിരുന്നു. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയായിരുന്നു ഈ കേസിൽ വിധി പറഞ്ഞത്. 16 പ്രതികൾ ഉണ്ടായിരുന്നതിൽ 2 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. അതിൽ 16ാം പ്രതിയായ മുനീർ ചെറിയ കുറ്റകൃത്യം മാത്രം എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ശിക്ഷാ കാലയളവ് പൂർത്തീകരിക്കുകയും അതിനുശേഷം മുനീർ കുറ്റവിമുക്തനാകുകയും ചെയ്തു. മറ്റ് 13 പേർക്കും 7 വർഷം തടവും പിഴ ശിക്ഷയും കോടതി വിധിച്ചിരുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഈ അപ്പീൽ എത്തുമ്പോൾ 2024 മുതൽ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ അപ്പീലിൻ്റെ വാദം തുടരുന്നതാണ്. ഇതിൽ ശക്തമായ വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. കാരണം കേട്ടുകേൾവിയില്ലാത്ത രാജ്യത്ത് ഞെട്ടിച്ച കൊലപാതകമാണ്. ഈ പ്രതികൾക്ക് താരതമ്യേന ചെറിയ ശിക്ഷ മാത്രമാണ് വിചാരണ കോടതി വിധിച്ചത്. നരഹത്യ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ 7 വർഷം മാത്രം തടവാണ് വിചാരണ കോടതി വിധിച്ചത് എന്ന രീതിയിലുള്ള വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ഈ വാദങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. കാരണം ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഈ പ്രതികൾ ചെയ്തത്. കാരണം വിശന്നു വലഞ്ഞ ഒരാൾ ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിലാണ് ഇത്തരത്തിൽ വിചാരണ നടത്തിയത്. അതിനേക്കാൾ ഉപരി വിചാരണ നടത്തുന്നതിന് അല്ലെങ്കിൽ മർദ്ദിക്കുന്നതിൻ്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു. കൈകൾ ബന്ധിച്ചായിരുന്നു ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ആദിവാസി യുവാവായ 27-കാരനെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകം ഒട്ടും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെ വാദം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. ഈ പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ വേണം എന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. വിചാരണ കോടതിയുടെ ഉത്തരവ് വന്ന വേളയിൽ നമുക്കറിയാം, കേവലം 7 വർഷം മാത്രം തടവ് ശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉയർത്തിയത്. മറ്റൊന്ന്, ഈ കേസിൽ 1ാം പ്രതിയെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിൽ പ്രതിപട്ടികയിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഹുസൈൻ എന്നയാളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. വിചാരണ കോടതി പക്ഷേ ഇയാളെ ശിക്ഷിച്ചതായിരുന്നു. ഇയാൾ കൃത്യമായി കോടതിയിൽ ബോധിപ്പിച്ചത് താൻ ആ സംഭവ സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്നു, പക്ഷേ ഈ സംഭവത്തിൽ പങ്കാളിയായിരുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മർദ്ദനത്തിനോ മറ്റും ഉണ്ടായിരുന്നില്ല. സാക്ഷിമൊഴികൾ തനിക്കെതിരെയില്ല. ഫോട്ടോഗ്രാഫിൽ പോലും താൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളോ അത്തരത്തിലൊന്നും കോടതിക്ക് മുമ്പാകെ എത്തിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വെറുതെ വിടണം എന്നൊരു ആവശ്യം ഹുസൈൻ ഉന്നയിച്ചിരുന്നു. അത് കോടതി അംഗീകരിച്ചു. അയാൾക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം പ്രതിയെ വെറുതെ വിട്ടു. പക്ഷേ മറ്റ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ വിധിക്കുന്നു എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ, ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള SC/ST ആക്ട് അടക്കമുള്ള വകുപ്പുകൾ, ഓരോ വകുപ്പുകളിലും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. പക്ഷേ ഒരുമിച്ച് ഈ ശിക്ഷ അനുഭവിച്ചാൽ മതി എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ഈടാക്കാനാണ് കോടതി വ്യക്തമാക്കിയത്. ശബന, തുടരുക.